പീരുമേട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി വിധി ഇന്ന്. വാഴൂർ സോമന്റെ വിജയം ചോദ്യം ചെയ്ത് UDF സ്ഥാനാർത്ഥി സിറിയക് തോമസ് നൽകിയ ഹർജിയിലാണ് കോടതി വിധി പറയുക. വസ്തുതകൾ മറച്ചുവെച്ചാണ് വാഴൂർ സോമന്റെ സത്യവാങ്മൂലമെന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട് LDF സ്ഥാനാർത്ഥിയായിരുന്ന വാഴൂർ സോമനെ വിജയായി പ്രഖ്യാപിച്ച റിട്ടേണിംഗ് ഓഫീസറുടെ നടപടി നിയമവിരുദ്ധമാണ് എന്നാണ് UDF സ്ഥാനാർത്ഥി നൽകിയ ഹർജിയിലെ പ്രധാന ആക്ഷേപം. വാഴൂർ സോമനെ വിജയായി പ്രഖ്യാപിച്ച നടപടി റദ്ദാക്കണമെന്നായിരുന്നു ഹർജിയിലെ മറ്റൊരാവശ്യം. അപൂർണമായ നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ച നടപടി ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 100-ാം വകുപ്പിന് വിരുദ്ധമാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വെയർഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാനായിരിക്കെയാണ് വാഴൂർ സോമൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയത്. ഇത് ഇരട്ട പദവിയുടെ പരിധിയിൽ വരും. ബാധ്യതകളും വരുമാനവും സംബന്ധിച്ച സാക്ഷ്യപത്രം LDF സ്ഥാനാർത്ഥി നൽകിയില്ല. ഇക്കാര്യങ്ങൾ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പമുള്ള സത്യവാങ്മൂലത്തിൽ നിന്ന് മറച്ചുവെച്ചു. ഇത് 2022 സുപ്രീം കോടതിയുടെ വിധിക്ക് വിരുദ്ധമാണ്. ഒരു കോളവും പൂരിപ്പിക്കാതിരിക്കാനാവില്ല. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനാ വേളയിൽ റിട്ടേണിംഗ് ഓഫീസർ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടില്ല എന്നുമാണ് UDF സ്ഥാനാർത്ഥി ഉയർത്തിയ ആക്ഷേപം. അപൂർണമായ നാമനിർദ്ദേശ പത്രിക റിട്ടേണിംഗ് ഓഫീസർ തള്ളിയില്ല. കോളങ്ങൾ പൂരിപ്പിക്കാതിരിക്കുന്നത് വോട്ടറുടെ അറിയാനുള്ള അവകാശത്തിന് വിരുദ്ധമാണ്. എതിർപ്പുകൾ പരിഗണിക്കാതെയാണ് നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചതെന്നുമായിരുന്നു UDF സ്ഥാനാർത്ഥിയുടെ വാദം. റിപ്പോർട്ടർ, കൊച്ചി.